സുധാകരനെ അനുനയിപ്പിക്കാൻ രമേശ് ചെന്നിത്തല. സുധാകരനുമായി ചെന്നിത്തല ഡൽഹിയിലെ വസതിയിലെത്തി ചർച്ച നടത്തി. അടൂർ പ്രകാശിനെ CEC യോഗത്തിലേക്ക് വിളിപ്പിച്ച് രാഹുൽ ഗാന്ധി. ശരത് ലാൽ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശരത്ത്, അടൂർ പ്രകാശിനെ CEC യോഗത്തിലേക്ക് രാഹുൽ ഗാന്ധി വിളിപ്പിച്ചിട്ടുണ്ട്. അടൂർ പ്രകാശ് ഇവിടെ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയായിരുന്നു. ആ സാഹചര്യത്തിലാണ് വിളിപ്പിച്ചിരിക്കുന്നത്. അതേസമയം അപ്പുറത്ത് സുധാകരനുമായി രമേശ് ചെന്നിത്തല ചർച്ച നടത്തുകയും ചെയ്യുന്നു. ഇരുവരെയും ആശ്വസിപ്പിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള സാധ്യത, അവസാനവട്ട സാധ്യതയാണോ ഇപ്പോൾ നടക്കുന്നത്? ഹർഷൻ, അതുതന്നെയാണ്. കാരണം സുധാകരനെയും അതേപോലെ തന്നെ സുധാകരനെ അനുനയിപ്പിക്കുക, സുധാകരനുള്ള പരിഭവം മാറ്റുക, സുധാകരനെ പ്രചരണ രംഗത്ത് ഇറക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. പിന്നെ സുധാകരന് കണ്ണൂരുള്ള സുധാകരന്റെ നോമിനികൾ അല്ലെ അദ്ദേഹത്തിന് ആരെങ്കിലും നിർദ്ദേശിക്കാനുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് രമേശ് ചെന്നിത്തലയെ ഹൈക്കമാൻഡ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയുമായി മാത്രമാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലും സുധാകരൻ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിന് ഈ തവണ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ ഗോദാവരിയിലെ 301-ാം ഫ്ളാറ്റിലേക്ക് രമേശ് ചെന്നിത്തലയെ അയച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, അതിനുശേഷം രണ്ടാമത്തെ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച MP അടൂർ പ്രകാശ് ഇന്നിപ്പോൾ CEC മീറ്റിംഗ് നടത്തുന്ന ഈ 24 അക്ബർ കോൺഗ്രസ് ACC ആസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. അദ്ദേഹത്തെ വിളിപ്പിച്ചിരിക്കുന്നു. കാരണം അടൂർ പ്രകാശ് CEC അംഗമല്ല, കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗമല്ല. ആ കമ്മിറ്റി അത്തരം യോഗങ്ങളിൽ പരമോന്നത കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന ഇത്തരം ഒരു ഉന്നത സമിതിയിൽ അടൂർ പ്രകാശ് അംഗമല്ല. അത് PCC പ്രസിഡന്റും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവുമാണ്. CECയിലെ കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ, അതുപോലെ ഓർത്തഡോക്സ് സമിതി അംഗങ്ങളാണ് മറ്റുള്ള അംഗങ്ങൾ. എന്നാലും ഇതിൽ നമുക്ക് വളരെ വ്യക്തതയോടെ പറയാൻ കഴിയുന്ന കാര്യം, അടൂർ പ്രകാശിനോട് എന്തായിരിക്കും രാഹുൽ ഗാന്ധി CEC മീറ്റിംഗിൽ പറയുക? അടൂർ പ്രകാശിനോട് മത്സരിക്കേണ്ട, അല്ലെ അടൂർ പ്രകാശിന്റെ വാക്കുകൾ കേൾക്കുമോ, അല്ലെങ്കിൽ SNDP അല്ലെങ്കിൽ ഈഴവ സമുദായത്തിന്റെ പ്രതിഷേധമുണ്ട് എന്നടക്കമുള്ള അടൂർ പ്രകാശിന്റെ വാദങ്ങൾക്ക് CEC ചെവി കൊടുക്കുമോ എന്നുള്ള കാര്യങ്ങളാണ് ഇനി നമുക്കറിയാനുള്ളത്. ഏതായാലും അടൂർ പ്രകാശ് ഈ CEC യോഗം നടക്കുന്ന, അല്ലെ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയിലെ അന്തിമരവും അവസാന വാക്കായ CEC യോഗം നടക്കുന്ന ഈ അക്ബർ റോഡിലെ ACC ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അദ്ദേഹത്തെ നേരിട്ട് തന്നെ രാഹുൽ ഗാന്ധിയും അല്ലെ മല്ലികാർജ്ജുന ഖാർഗെയും ഒക്കെ പങ്കെടുക്കുന്ന മീറ്റിംഗിലേക്കാണ് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ യോഗത്തിനകത്താണ്. 5 മിനിറ്റായി കാണും അദ്ദേഹത്തെ CEC യോഗത്തിലേക്ക് അദ്ദേഹം കടന്നു വന്നത്. ഏതായാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് ദ്രുതഗതിയിലുള്ള ചർച്ചകൾ നടത്തുന്നു. എല്ലാം സുഗമമായി മുന്നോട്ട് പോകും എന്ന ആത്മവിശ്വാസത്തിലാണ് ദീപാദാസ് മുൻഷി അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. ഏതായാലും കാര്യങ്ങളൊക്കെ സുഗമമായി കൊണ്ടുപോകാനുള്ള അവസാന ശ്രമമാണ് സുധാകരനെയും അടൂർ പ്രകാശിന്റെയും കാര്യത്തിൽ CEC നടത്തുന്നത്. ഹർഷൻ, ശരത് ലാലാണ് വിവരങ്ങൾ നൽകിയത്.